Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി സംസ്കൃത സർവകലാശാല പൂർവ്വ വിദ്യാർത്ഥിയും കൂവപ്പടി സ്വദേശിയും മുംബൈ മലയാളിയുമായ പി പ്രദീപിന്റെ ചിത്രപ്രദർശനം ആംസ്റ്റർഡാമിൽ പുരോഗമിക്കുന്നു. പ്രദീപിന്റെ 8ഓളം ചിത്രങ്ങളാണ് കടൽ കടന്ന് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ എത്തിയിട്ടുള്ളത്. ഓയിൽ പെയിന്റിലും വാട്ടർ കളറിലും ചെയ്ത 8 ചിത്രങ്ങളുടെ പ്രദർശനം ആംസ്റ്റർഡാമിലെ സൌത്ത് ഏഷ്യൻ കണ്ടംപററി ആർട്ട് ഗാലറിയിൽ ഫെബ്രുവരി 28-നാണ് ആരംഭിച്ചത്. മാപ്പിംഗ് ദി ഇൻവിസിബിൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള പ്രദർശനം മെയ് 4 വരെയാണ് ഉള്ളത്. മുംബൈ വിരാർ വെസ്റ്റിലെ ഗ്ലോബൽ സിറ്റിയിലുള്ള സ്റ്റുഡിയോയിൽ ലിറ്റിൽ ഡ്രീംസ് എന്ന പേരിലുള്ള പെയിന്റിംഗ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രദീപ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു പെയിന്റിംഗ് സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം ലോക്ക്ഡൗൺ സമയമായിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ 6 വയസ്സുള്ള മകൻ സിന്തറ്റിക് ക്ലേ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ശില്പങ്ങൾ ഉണ്ടാക്കുകയും അതിനുശേഷം അത് എന്നോട് വലുതായിട്ട് ഡ്രോയിങ് ചെയ്യാൻ പറയുകയുണ്ടായി. അപ്പം അങ്ങനെ കുറേ ഡ്രോയിങ്ങുകൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് എൻ്റെ വർക്കിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്ന ആശയങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നെനിക്ക് തോന്നുകയും, കാരണം അത് ആ സമയത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ആ സമയത്തെ ആ കാലഘട്ടത്തിലെ ഒരു ഭയം, ഉത്കണ്ഠ, ഏകാന്തത, ഒറ്റപ്പെടൽ, അങ്ങനെ പല കാര്യങ്ങളും. അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്നതിൻ്റെ സന്തോഷം, പ്രത്യാശ, അങ്ങനെ പലതും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് കാണാൻ പറ്റിയത് കൊണ്ടാണ് ഞാനത് ഓയിൽ പെയിന്റിംഗ് ഉപയോഗിച്ച് പിന്നീട് അതിൻ്റെ ക്യാൻവാസിലേക്ക് പകർത്താൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്ത കുറേ ചിത്രങ്ങൾ ഇപ്പോൾ ആംസ്റ്റർഡാമിൽ എൻ്റെ സോളോ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് വ്യാപനകാലത്ത് ജീവിതം മുംബൈ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയപ്പോൾ പ്രദീപിന്റെ 6 വയസ്സുകാരനായ മകൻ പാർത്ഥൻ ഫ്ളാറ്റിന്റെ പല ഭാഗങ്ങളിലായി നിർമ്മിച്ചുവെച്ച കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചെറിയ ശില്പങ്ങളിൽ നിന്നും കണ്ടെത്തിയ ആശയം മുൻനിർത്തിയാണ് ഇപ്പോൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ വരച്ചതെന്ന് പ്രദീപ് പറഞ്ഞു. സീരീസിലെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്തെ ജീവിത ദുരവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ചിത്രങ്ങളും. പരിമിതമായ സ്വാതന്ത്ര്യത്തോടെ എല്ലാ സമയവും ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കേണ്ടി വന്ന സാഹചര്യം, അസുഖം, ഭയം, അതിജീവനം എന്നിവയോടൊപ്പം അനുഭവിച്ച ചെറിയ സന്തോഷങ്ങളും പ്രത്യാശകളുമാണ് ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നത്. പെരുമ്പാവൂരിനടുത്തുള്ള കൂവപ്പടിയാണ് പ്രദീപിന്റെ സ്വദേശം. അവിടെ തന്നെയുള്ള ഗണപതി വിലാസം ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പെരുമ്പാവൂരിലെ ചിത്രാലയ ആർട്ട് സ്കൂളിൽ നിന്നും ചിത്രകലയിൽ ഡിപ്ലോമ നേടി. തുടർന്ന് കാലടിയിലെ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും BFA പൂർത്തിയാക്കിയത് 1ാം റാങ്കോടെയാണ്. പിന്നീട് മുംബൈയിലെ പ്രശസ്തമായ JJ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും 2008-ൽ MFA നേടി. ചിത്രകാരൻ എന്ന നിലയിൽ തന്റെ യാത്രയ്ക്ക് അനുകൂലമായ മണ്ണാണ് മുംബൈ എന്നതും ലോകപ്രശസ്തരായ ചിത്രകാരന്മാരുമായി ഇടപഴകാനുള്ള അവസരങ്ങളും ആർട്ട് ഗാലറികളും പ്രദീപിനെ മുംബൈയിൽ സ്ഥിരതാമസമാക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. 2008-ൽ കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന പുരസ്കാരം, ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഡാർജിലിംഗിൽ വെച്ച് നടത്തിയ ഇന്ത്യ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ റെസിഡൻസി പ്രോഗ്രാമിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്, 2021-ൽ ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി ക്യൂറേറ്റ് ചെയ്ത ലോകമേ തറവാട് എക്സിബിഷൻ ഉൾപ്പെടെ രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി പ്രദർശനങ്ങളിലും പി പ്രദീപ് പങ്കെടുത്തിട്ടുണ്ട്. കൂവപ്പടി പുതിയടത്ത് വീട്ടിൽ പരേതനായ പത്മനാഭൻ നായരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനാണ് പ്രദീപ്. 19 വർഷമായി മുംബൈയിൽ സ്ഥിരതാമസമാണ്. ദിവ്യയാണ് ഭാര്യ. മകൻ പാർത്ഥൻ. അപ്പോൾ ആ നടക്കുന്ന ഷോയിൽ ഈ ലിറ്റിൽ ഡ്രീംസ് എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട കുറേ ചിത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ ഞാൻ മുംബൈയിൽ ഒരു സോളോ ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷോയ്ക്ക് വേണ്ടിയും ഞാൻ ഈ സീരീസിൽ കുറേ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.